ഇനി അധികം സമയമില്ല, ഒരേ ഒരാഴ്ച. ആ ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആർക്ക് കിട്ടും കപ്പ് എന്നുള്ളത്. ഏതാണ്ട് ധാരണ നമുക്ക് പിടികിട്ടും. പിന്നെ ഷോയിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഒരു ഇജക്ഷൻ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ തന്നെ കപ്പ് പോക്കും. ഇപ്പം ഏതാണ്ട് ഒരു ഉറപ്പായിരിക്കുകയാണ്. സീസൺ 6-ന്റെ എല്ലാ പോളുകളിലും വലിയ വലിയ ചാനലുകൾ ഇടുന്ന 3 ലക്ഷം 4 ലക്ഷം പേര് വോട്ട് ചെയ്യുന്ന പോളുകളിൽ പോലും ഒരു 60% ജിൻഡോയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പം നിലവിലെ ഒരു കണ്ടീഷനിൽ ജിൻഡോ ജയിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ഒരാഴ്ചയും കൂടി നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ വീക്കെൻഡ് കഴിഞ്ഞ്, ഈ വരുന്ന ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആ ഒരു വീക്കെൻഡും കഴിഞ്ഞ് ആ ഒരു 2 ദിവസത്തോടെ കഴിഞ്ഞിട്ട് ഉള്ള ടിക്കറ്റിന് ഫിനാലെ, ആ ടിക്കറ്റ് ഫിനാലെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗെയിം ചേഞ്ചിങ് അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജിൻഡോ വിജയിക്കും. കാരണം പിന്നെ സമയമില്ല, പിന്നെ 84 ദിവസമായി. അപ്പോൾ വിത്തിൻ ഒരു 1 വീക്കിനകത്ത്, കഴിഞ്ഞ തവണ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും 50 ദിവസമൊന്നും വേണ്ട, അതിന് മുന്നേ ആളുകൾ പ്രഖ്യാപിച്ചു മാരാറ് തന്നെ, വിന്നർ മാരാറ് തന്നെ. ആ ലെവലിൽ ഇപ്പോൾ കാര്യങ്ങൾ അത്രയും ഇതായിട്ട് എത്തിയിട്ടില്ല. ഒരു 60% നമുക്ക് ഇന്ന ആൾ വിന്നറാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പം ജിൻഡോ അവിടെ ഇനി മര്യാദയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ വിന്നർ ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ജിൻഡോ ദേവ് വിചാരിച്ച വാ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ, ജിൻഡോയുടെ വായിൽ എന്തെങ്കിലും മോശമായിട്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ പണി പാളും. നോക്കാം. ഈ പറയുന്ന പോലെ ജിൻഡോ, ജാസ്മിൻ, സിജോ, പിന്നെ അഭിഷേക്, സായി, ഇവരുടെയൊക്കെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ സംസാരം പോലെ ഇരിക്കും ഗെയിം ഇനി മാറുന്നത്. സത്യം, ഒരാഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കി. ഈ ഒരാഴ്ചയും കൂടി കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് ധാരണ ഇയാൾ ജയിക്കും, സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഇപ്പോഴും ഒരു കൺഫർമേഷനും അല്ല പറയുന്നത്, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പ്രഡിക്റ്റബിൾ അല്ല, അൺപ്രഡിക്റ്റബിൾ ആണ് സംഭവം. എന്നിരുന്നാലും ഒരു ഇജക്ഷൻ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഒരു പുറത്താക്കൽ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു ധാരണ നമുക്ക് ഒരാഴ്ചക്കകത്ത് കിട്ടും. ഒരാഴ്ചക്കകത്ത് നമുക്ക് പിടികിട്ടും. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. പിന്നെ ഇന്നത്തെ ദിവസം ഫാമിലി വീക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിജോയുടെ അമ്മ, അഭിഷേകിൻ്റെ അനിയത്തി, അഭിഷേകിൻ്റെ അച്ഛൻ, നോറയുടെ അമ്മ, അച്ഛൻ, ഇവർ എല്ലാവരും ഹിൻഡുകൾ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഇവരൊക്കെ മുത്താണ്. എല്ലാവരും ഹിൻഡുകൾ കൊടുത്തു. നോറയ്ക്കാണെങ്കിലും ഉമ്മാക്ക് അറിഞ്ഞൂടെ, എന്നാലും ഉമ്മ പറ്റും പോലെയൊക്കെ പറഞ്ഞു കൊടുത്തു. വാപ്പ ഷോ കാണാറില്ല, അതുകൊണ്ട് വാപ്പാക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. ഉമ്മ പറ്റും പോലെയൊക്കെ പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ കുട്ടിയെ. അപ്പം നോറയും കയറി വരും. നമുക്ക് സത്യം പറഞ്ഞ ഒരു ടോപ്പ് 5 പറയാൻ പറ്റത്തില്ല ഈ സീസണിൽ. എൻ്റെ അടുത്ത് ഈ സീസണിൽ ഒരു ടോപ്പ് 5 പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ജാസ്മിനും ജിൻഡോയും ടോപ്പ് 5 ഉണ്ടാവും. ബാക്കിയുള്ള 3 പൊസിഷൻസ് അൺപ്രഡിക്റ്റബിൾ ആണ്. അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും പേര് പറയാൻ പറ്റുമോ ടോപ്പ് 5 ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്? ഒരാളുടെയും പേര് പറയാൻ. എല്ലാവരും ഈ ലെവലാണ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എല്ലാവരും ഒരേ ലെവലാണ്. ആര് വേണമെങ്കിലും വരാം. അർജുൻ വരാം, സിജോ വരാം, ശ്രീതു വരാം, അപ്സര വരാം, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ലെവലിലാണ് ഇപ്പം ഗെയിം പോകുന്നത്. ഞാൻ എന്തുകൊണ്ട് ജാസ്മിൻ്റെയും ജിൻഡോയുടെയും പേര് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 2 പേരുമാണ് ഡേ 1 മുതൽ ഇന്നത്തെ ഈ ഡേ 69 വരെയും പോസിറ്റീവ് കണ്ടന്റ് ആയാലും നെഗറ്റീവ് കണ്ടന്റ് ആയാലും ബിഗ് ബോസ് സീസൺ 6 അറിയപ്പെടുന്നത് ആരുടെ പേരില? ജാസ്മിൻ ഗബ്രി പേരിലും, ജിൻഡോ പേരിലും, രതീഷ് പേരിലും. വേറെ ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്ന? വേറെ ഒരു പേരിലത് കേൾക്കുന്നില്ല. ആദ്യത്തെ 2 ആഴ്ച സിജോയുടെയും റോക്കിയുടെയും പേരുകളും ഉണ്ടായിരുന്നു, പിന്നെ അതും അങ്ങ് പോയി. അപ്പോൾ ഇപ്പം ഇവരുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടോപ്പ് 5-ൽ 2 പേരെ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം, ജാസ്മിനും ജിൻഡോയും. അത് അവർ ഈ പറഞ്ഞ പോലെ ആരെ അടിക്കാൻ പിടിക്കുകയും ചെയ്യാതെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അവർ 2 പേര് ടോപ്പ് 5-ൽ ഉണ്ടാകും എന്നതാ. ഇന്ന് 68ാമത്തെ ഡേ, 69ാമത്തെ ഡേ. ഇന്ന് ഞാൻ പറയുകയാണ് ഇവർ 2 പേരും ടോപ്പ് 5-ൽ ഉണ്ടാവും, ഒരു ഇജക്ഷൻ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. കാരണം ആ ലെവലിലുള്ള ഗെയിമാണ്. 2 പേരും കണ്ടന്റാണ് 2 പേരും. സോ 2 പേരും അവിടെ ടോപ്പ് 5-ൽ ഉണ്ടാവും. അത് ഏതൊക്കെ പൊസിഷൻസ് ആണെന്ന് പറയാൻ. പിന്നെയുള്ള 3 പൊസിഷൻസിനാണ് ഇനി മത്സരം. അത് ടോപ്പ് 5-ൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ ഫസ്റ്റ്, ജാസ്മിൻ സെക്കൻഡ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അവർ ടോപ്പ് 5-ൽ ഏതെങ്കിലുമൊക്കെ പൊസിഷൻസിൽ ഉണ്ടാവാം. ചിലപ്പോൾ വിന്നറും റണ്ണറപ്പും ആയിട്ടോ 3rd 4th ആയിട്ടോ 4ഉം 5ഉം ആയിട്ടൊക്കെ കൊണ്ടാവാം. ഇനി 3 സ്പേസും കൂടിയാണ്. അതിനാണ് ഇനിയുള്ള മത്സരം നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ഡേ ഫാമിലി വീക്ക് വന്ന് നോറയുടെ ഉമ്മ പറയാനുള്ള അത്രയും പറഞ്ഞു കൊടുത്തു, അഭിഷേകിൻ്റെ അനിയത്തി പറഞ്ഞു കൊടുത്തു. ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത ആഴ്ച വീട്ടിൽ വന്നിരിക്കാം. എൻ്റെ പൊന്ന് എന്താണ് പേരെന്താണ്, അഞ്ജന.
അഞ്ജന സൂപ്പറായിട്ട് വന്നത് പറഞ്ഞു കൊടുത്തു. അത് കൃത്യം കൃത്യം പറഞ്ഞു കൊടുത്തു. സിജോ സായി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതാണ്, കളിക്കണം. അച്ഛൻ അഭിഷേകിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു, നീ എപ്പോഴും ഈ ബീൻ ബാഗിലാണല്ലോ ഇരിക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മാത്രം പോരാ, എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സിജോയുടെ അമ്മ, നീ എനിക്ക് വാക്ക് തന്നിട്ട് തന്നെ പോയത് കപ്പ് കൊണ്ട് തരുമെന്ന്. ടോപ്പ് 5-ലും ടോപ്പ് 1-ലും എനിക്ക് നിന്നെ കാണണം. നീ പഴയതുപോലെ അല്ല, നിന്നെക്കൊണ്ട് പറ്റുന്നില്ല, നിനക്ക് ഹെൽത്ത് വയ്യ, ഓക്കെ, നീ ഇവിടെ നിൽക്കുന്നെങ്കിൽ നീ കളിക്കും, നിനക്ക് ഓക്കെ, നീ കളിക്ക്, നീ കപ്പ് കൊണ്ട് വാ. അപ്പൊ എല്ലാവർക്കും ഹിന്റുകൾ കിട്ടിയിരിക്കുകയാണ്. ഇതുവരെ ഫാമിലി കയറിയതിൽ ഏറ്റവും കൂടുതൽ ഹിന്റ് കിട്ടിയിരിക്കുന്ന ഇവർക്കാണ്. സിജോയ്ക്കും നോറയ്ക്കും ഈ പറയുന്ന അഭിഷേകിന് ഏറ്റവും കൂടുതൽ കിട്ടി. ഇനി ഇവർ കളിക്കാതിരുന്നു കഴിഞ്ഞാൽ വളരെ മോശം എന്നേ പറയാൻ പറ്റുള്ളൂ. സിജോ ആയാലും നോറ ആയാലും അഭിഷേക് ആയാലും ഇവരുടെ 3 പേരുടെ കാര്യം ഞാൻ എന്ന് പറയാൻ കാരണം അത്രയ്ക്ക്. ഇനിയിപ്പോൾ നാളെ ജാസ്മിൻ്റെ ഫാമിലിയും ഈ പറയുന്ന റസ്മിൻ്റെ ഫാമിലിയും വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അവരുടെ ഗെയിം എങ്ങനെ പോകണം എന്നുള്ള കാര്യം. അപ്പം അതാണ് എനിക്ക് പറയാനുള്ള പ്രധാന സംഭവം. പിന്നെ ഇന്ന് ഈ പറയും പോലെ ഈ ഫാമിലി എൻട്രി കഴിഞ്ഞതിന് ശേഷം അവരുടെ ടാസ്കുകളും വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബോണസ് ടാസ്ക് 5 വന്നിരിക്കുകയാണ്. അത് കടുകട്ടിയുള്ളൊരു ടാസ്ക്കാണ്. ആക്ടിവിറ്റി ഏരിയയിൽ പ്ലാസ്മ ടി വിയിൽ ഒരു 5-6 വരി നമ്പേഴ്സ് 5, 2, 3, 4, 3 എന്നൊക്കെ പറഞ്ഞാൽ പല ഓർഡർലെസ് ആയിട്ട് എഴുതിക്കും. ഇതിനകത്ത് 10 നമ്പരെങ്കിലും അറ്റ്ലീസ്റ്റ് പറയണം. 10 നമ്പരെങ്കിലും അറ്റ്ലീസ്റ്റ് കാണാതെ കൺഫഷൻ ഇത് പോയി 5 സെക്കൻഡ് ഇങ്ങനെ നോക്കണം. നോക്കിയിട്ട് 10 നമ്പരെങ്കിലും കാണാതെ ഓരോ വ്യക്തികളും പോയി പറയണം. അങ്ങനെയാണ് ടാസ്ക് വരുന്നത്. ബോണസ് ടാസ്കിൻ്റെ പിന്നെ പൊളി ഒരു ടാസ്ക്കാണ് കൊടുത്തത്. അത് സൂപ്പറായിട്ട് 4 ടീമും പീപ്പിളും ഡെന്നും നെസ്റ്റും ടണലും സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സൂപ്പറായിട്ട്. പക്ഷെ അതിനകത്ത് വളരെ സൂപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന ഫോൺ നമ്പർ പഠിക്കും പോലെ പഠിച്ചു വയ്ക്കുന്നത് സിജോയും ടീമുമാണ്. സിജോ അപ്സരാസായി. അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ അവർ ഏതാണ്ട് 30 നമ്പർ തെറ്റിക്കാതെ അവരും പറയുന്നു. നെക്സ്റ്റ് ടീം അതായത് നമ്മുടെ ജാസ്മിൻ്റെയൊക്കെ ടീം, ജാസ്മിൻ, ഋഷി, അർജുൻ, പിന്നെ ഒരാളുണ്ടല്ലോ അഭിഷേക്, ഇവരുടെ ടീമും തെറ്റാതെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ 2 ടീമുകളും 30 എണ്ണം കറക്റ്റ് തെറ്റാതെ പറയുന്നത് കൊണ്ട് ഇവർക്ക് ഏറ്റവും ടോപ്പ് പോയിന്റ് 3 പോയിന്റ് കിട്ടുന്നു. അടുത്ത പീപ്പിൾ റൂമിനാണ് സെക്കൻഡ് കിട്ടുന്നത്. 13 നമ്പരും 12 നമ്പരും 2 പേര് അങ്ങനെ പറയുന്നു. അപ്പോൾ അവർക്ക് 2 പോയിന്റുകൾ കിട്ടുകയാണ്. അടുത്ത 12 നമ്പർ മാത്രമേ കറക്റ്റ് ആക്കുന്നുള്ളൂ ഡെന്ന് ടീം. ഡെൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജിൻഡോ, നന്ദന, പിന്നെ റസ്മിൻ അവരുടെ ടീമിന് 1 പോയിന്റ്. ശ്രീതു, അൻസിബ, പിന്നെ നോറ ഇവരുടെ ടീമിന് 2 പോയിന്റ്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ നിൽക്കുന്നത് എല്ലാ പോയിന്റുകളും കൂടെ കൂട്ടി നെക്സ്റ്റ് ടീം 10 പോയിന്റാണ്. നെക്സ്റ്റിന് 10 പോയിന്റ്. അതായത് ജാസ്മിൻ, ഋഷി, അർജുൻ, അഭിഷേക് ഇവർക്ക് 10 പോയിന്റ്. അടുത്ത് ടണൽ ടീം അപ്സര, സായി, സിജോ അവർക്ക് 11 പോയിന്റ്. പീപ്പിൾ റൂം ശ്രീതു, അൻസിബ, നോറ ഇവർക്ക് 6 പോയിന്റ്. അടുത്ത് നമ്മുടെ ഡെൻ ടീം ജിൻഡോ, റസ്മിൻ, നന്ദന ഇവർക്ക് 8 പോയിന്റ്. ഇങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇതുകൊണ്ടൊന്നും വലിയ കാര്യം. ഇത് ടിക്കറ്റിന് ഫിനാലെ എത്തുന്നത് വരെ ടിക്കറ്റ് ഫിനാലെ എത്തുന്നതിൻ്റെ തല എന്നതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് 1 പോയിന്റ് വീതം ചിലപ്പോൾ ജയിക്കുന്ന ആർക്ക് കൊടുക്കുമായിരിക്കാം. അല്ലെങ്കിൽ ജയിക്കുന്ന ടീമിനെ വെച്ച് ഇൻഡിവിജ്വലി മത്സരം നടത്തിയിട്ട് 4, 3, 2, 1 എന്ന് പറഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ ബോണസ് പോയിന്റ് കൊടുക്കും. തമിഴിൽ നടന്ന സാധനമാണ്. അതുപോലെ തന്നെ ഇവർ അതിനകത്ത് ചെയ്യും. അതിൽ വലിയ മാറ്റമൊന്നും വരാനൊന്നും പോകുന്നില്ല. ഇതാണ് ഇന്നത്തെ ദിവസം പ്രധാനമായിട്ട് നടന്ന സാധനം. ഫാമിലി എൻട്രി ഹിൻറ്റും ഈ ടാസ്കും. അപ്പം ഇന്നിനി രാത്രി പ്രൊമോ വരും എന്നറിയില്ല. പ്രൊമോ വരുവാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അല്ലെങ്കിൽ നാളെ രാവിലത്തെ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.